ജൂൺ 29-നായിരുന്നു നടിയും അവതാരകയുമായ മീര നന്ദന്റെ വിവാഹം നടന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വളരെ ലളിതമായിട്ടായിരുന്നു വിവാഹം. റിസപ്ഷന് സിനിമാ മേഖലയിൽ നിന്ന് നിരവധി താരങ്ങൾ എത്തിയിരുന്നു. സ്വർണ്ണാഭരണങ്ങളൊന്നും ധരിക്കാതെയായിരുന്നു മീര വിവാഹത്തിനെത്തിയത്. മറ്റ് താരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മേക്കപ്പിനും താരം വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. മാത്രമല്ല, വിവാഹം കഴിഞ്ഞ് 3 ദിവസമായെങ്കിലും വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. മീരയുടെ വിവാഹത്തിന് എത്ര ചെലവായി കാണുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. വിവാഹ ചടങ്ങുകൾക്കെല്ലാമായി നല്ല തുക തന്നെ ചെലവായി കാണുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഹൽദിയും റിസപ്ഷനുമായി ഏകദേശം 5 ദിവസത്തോളമാണ് വിവാഹത്തിന്റെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നത്. ഇത്ര വലിയ ആഘോഷത്തിന് എന്തായാലും കോടികൾ ചിലവായി കാണുമെന്നാണ് മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത്. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞിരുന്നില്ലെങ്കിലും അണിഞ്ഞ ആഭരണങ്ങൾക്ക് ലക്ഷങ്ങൾ ചിലവായി കാണുമെന്നും സോഷ്യൽ മീഡിയയിൽ വിലയിരുത്തലുകളുണ്ട്. വിവാഹത്തിനെത്തിയ അതിഥികളുടെ ഡ്രസ്സിംഗ് കണ്ടാണ് മറ്റു ചിലരുടെ അഭിപ്രായങ്ങൾ. ചില പരിപാടികൾക്ക് എത്തുന്ന അതിഥികൾക്ക് ആ പരിപാടി നടത്തുന്നവർ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും വസ്ത്രങ്ങളും നൽകാറുണ്ട്. ആ വസ്ത്രം ധരിച്ച് താരങ്ങൾ പരിപാടിക്ക് എത്താറുണ്ടെന്നുമാണ് പറയുന്നത്. അതുപോലെ മീരയും അതിഥികൾക്ക് അണിയാൻ പ്രത്യേക ഡ്രസ് കോഡ് തയ്യാറാക്കിയോ എന്നാണ് മറ്റു ചിലർ ചോദിക്കുന്നത്. കാരണമായി ഇവർ പറയുന്നത് മീരയുടെ അമ്മ കാവ്യമാധവൻ, ആൻ അഗസ്റ്റിൻ തുടങ്ങിയ മീരയുടെ അടുത്ത സുഹൃത്തുക്കൾ ധരിച്ച വസ്ത്രങ്ങളുടെ നിറം മാച്ച് ആണെന്നാണ്. വധുവായ മീര ധരിച്ച വസ്ത്രത്തിന് മാച്ച് ആവുന്ന നിറത്തിലുള്ള സാരിയാണ് ധരിച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മീര താരങ്ങൾക്ക് വസ്ത്രങ്ങൾ സമ്മാനമായി നൽകിയോ എന്ന ചോദ്യങ്ങൾ ഉയരാൻ കാരണമായത്. ഒരുപക്ഷെ ഇവരുടെ വെറും തോന്നൽ മാത്രമാകും ഇത്. അതേസമയം മീരയുടെ ഗുരുവായൂർ ക്ഷേത്രനടയിലെ താലികെട്ടും അതിനുശേഷം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വിവാഹ ചടങ്ങും ബോൾഗാട്ടി പാലസിലെ വിവാഹ റിസപ്ഷനുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. വീട്ടുകാരും അടുത്ത ബന്ധുക്കളും മാത്രമാണ് ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തത്. വിവാഹത്തിനു മുൻപ് മീരയ്ക്കും ശ്രീജുവിനും ഹൽദി, മെഹന്തി ചടങ്ങുകളും ഉണ്ടായിരുന്നു. മീരയുടെ വിവാഹത്തിനു മുൻപും ശേഷവും സംഘടിപ്പിച്ച എല്ലാ പരിപാടികളിലും ചലച്ചിത്ര താരങ്ങളടക്കം പങ്കെടുത്തിരുന്നു. ആൻ അഗസ്റ്റിൻ, നസ്രിയ നസീം, ശ്രിന്ദ തുടങ്ങിയവർ മീരയുടെ അടുത്ത സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 13-നായിരുന്നു മീരയുടെയും ശ്രീജുവിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. അതേസമയം തന്നെ മീരയുടെ ഭർത്താവ് ശ്രീജുവിന് വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിയിങ് നേരിടേണ്ടി വന്നിരുന്നു. ശ്രീജുവിന്റെ ലുക്കിനെ കുറിച്ച് ബോഡി ഷേമിംഗ് നടത്തിക്കൊണ്ടുള്ള കമന്റുകളും ധാരാളമായി വരുന്നുണ്ട്. അക്കൗണ്ടന്റായ ശ്രീജു ലണ്ടനിലാണ് താമസം. മാട്രിമോണി സൈറ്റ് വഴിയാണ് മീരയും ശ്രീജുവും തമ്മിൽ പരിചയപ്പെടുന്നത്. ഇതിനുശേഷം രക്ഷിതാക്കൾ പരസ്പരം സംസാരിച്ചതിനെ തുടർന്നാണ് വിവാഹം ഉറപ്പിച്ചത്. കൊച്ചി എളമകര സ്വദേശിനിയായ മീര മുല്ല എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. 2008-ലാണ് മുല്ല റിലീസായത്. 2017-നു ശേഷം 6 വർഷത്തോളം മീര സിനിമയിൽ അഭിനയിച്ചിരുന്നില്ല. 2023-ൽ പുറത്തിറങ്ങിയ എന്നാലും എന്റെ അളിയ എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിൽ മീര പ്രത്യക്ഷപ്പെട്ടിരുന്നു. നിലവിൽ ദുബായിൽ നിന്നുള്ള മലയാളം റേഡിയോ സ്റ്റേഷൻ ഗോൾഡ് FM-ൽ RJ-യാണ് മീര നന്ദൻ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.